എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു ഗ്രൂപ്പ് റൈഡേഴ്സ് ബാൻഷിയിലേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ബാൻഷിയിലെ ജനങ്ങൾ എല്ലാ വർഷവും ഒരാഴ്ച ആഘോഷിക്കുന്ന സ്പിരിറ്റ് ഫെസ്റ്റിവൽ ആണ് കാണിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ക്യാരി മക്കളും അവിടെ എത്തുന്നു. അപ്പോഴാണ് നമ്മൾ എപ്പിസോഡിന്റെ ആദ്യം കണ്ട ബൈക്കേഴ്സ് ഗ്യാങ്ങിലെ ഒരാൾ ക്യാരിയെ മോശമായി കളിയാക്കുന്നത്. ഇത് കണ്ട് ദേവ അവരെ തിരിഞ്ഞ് രണ്ടെണ്ണം പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും ദേവ പോകുന്നു. ഇത് എന്താ ഇപ്പൊ നടന്നേ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബൈക്കേഴ്സ് ഗ്യാങ്ങിലെ തലവനെന്ന് തോന്നിപ്പിക്കുന്ന ആൾ. ആ സീൻ കട്ട് ചെയ്ത് ആ ഫെസ്റ്റിവലിൽ സാധനങ്ങൾ വിൽക്കുന്ന ആമിഷ് ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന റബേക്കയും കാണിക്കുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ബാൻഷിയിലെ കമ്മ്യൂണിറ്റി ഹാൾ ആണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന ലൂക്കസിനെ ഗോർഡൻ ബാൻഷിയിലേക്ക് പ്രോക്ടറുടെ കേസിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന ഒരു FBI ഏജന്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് അയാൾ ബ്രോക്കിന്റെ അടുത്ത് എങ്ങനെയാണ് ഒരു സാക്ഷിയായ അർണോ നിങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്, അതുകൊണ്ടാണ് പ്രോക്ടർ പൈസ കെട്ടിവെച്ച് ജാമ്യത്തിലിറങ്ങിയത് എന്ന് അയാൾ ബ്രോക്കിനെ കുറ്റപ്പെടുത്തുന്നു. ഇത് കേൾക്കുന്ന ബ്രോക്ക് എന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, അവർ C4 വെച്ച് റൂം തകർത്തിട്ടാണ് അവനെ പിടിച്ചുകൊണ്ട് പോയത് എന്ന് ബ്രോക്ക് അയാളോട് പറയുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കേട്ട ലൂക്കസ് FBI ഏജന്റിനോട് അയാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ബാൻഷിയിലെ കാര്യങ്ങൾ സാറിന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ലൂക്കസും ബ്രോക്കും അയാളോട് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങുന്നു. അപ്പോഴാണ് ബ്രോക്ക് ലൂക്കസിനോട് ഷെറീഫിന് എന്റെ അടുത്ത് ദേഷ്യമില്ലേ, പ്രോക്ടറെ പൂട്ടാനുള്ള ഏക വഴിയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്, തനിക്ക് എന്താണോ, തന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ലൂക്കസ് അവിടെ നിന്നും പോകുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഫെസ്റ്റിവലിൽ വെച്ച് ഷുഗറിനെ കണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന ക്യാരിയാണ് കാണിക്കുന്നത്. ഒറ്റയ്ക്കാണോ ക്യാരി എന്ന് ഷുഗർ ചോദിക്കുമ്പോൾ ഇല്ല മക്കളുമുണ്ട്, അവർ അങ്ങോട്ട് കളിക്കാൻ പോയേക്കുക എന്ന് പറഞ്ഞ് ക്യാരി ഷുഗറിനോട് അന്ന് രാത്രി ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പോകുന്നില്ല, അതോർത്ത് താൻ പേടിക്കണ്ട എന്ന് ഷുഗർ ക്യാരിയുടെ അടുത്ത് പറയുന്നു. എന്നിട്ട് ഒരു കുപ്പി വൈൻ ഷുഗർ ക്യാരിക്ക് നൽകുന്നു. അങ്ങനെ ഷുഗർ ആരോടും പറയില്ല എന്നൊരു സമാധാനത്തിൽ ക്യാരി കാറിലേക്ക് സാധനങ്ങൾ വെക്കാൻ പോകുന്നു. കാറിൽ സാധനങ്ങൾ വെച്ചിട്ട് തിരിച്ചു പോകുന്ന ക്യാരിയെ ബൈക്കർ ഗ്യാങ് വന്ന് വളഞ്ഞു ഉപദ്രവിക്കാൻ നോക്കുന്നു. അവരെ തിരിച്ച് ക്യാരി അടിക്കുന്നുണ്ടെങ്കിലും അവർ ക്യാരിയെ തള്ളി ഒരു ഇടവഴിയിലോട്ട് ഇടുന്നു. അപ്പോഴാണ് ഷുഗർ ആ വഴി പോകുന്നത്. ക്യാരിയെ കുറച്ചുപേർ ചേർന്ന് ഉപദ്രവിക്കുന്നത് കണ്ട് ഷുഗർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നിങ്ങൾ മര്യാദയ്ക്ക് അവളെ വിടുന്നതായിരിക്കും നല്ലത്, ടോകളവ ഷോറ കഥ പോ എന്ന് ബൈക്കർ ഗ്യാങ്ങിലുള്ള ഒരാൾ ഷുഗറിനോട് പറഞ്ഞിട്ട് ഷുഗറിനെ അടിക്കാൻ നോക്കുമ്പോഴാണ് ഷുഗർ അവർമാരെ ഇടിച്ച് തറയിലിടുന്നത്. അപ്പോഴാണ് പുറകിൽ നിന്നും ഒരുത്തൻ ഷുഗറിന്റെ തലക്കടിച്ച് തറയിലിടുന്നത്. എന്നിട്ട് ആ ബൈക്കർ ഗ്യാങ്ങിലെ കുറച്ചുപേർ ആ ഇടവഴിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയം തന്നെയാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഷിയോബിൻ റൗണ്ട്സിന് വേണ്ടി വരുന്നത്. ബൈക്കർ ഗ്യാങ്ങിലെ ഒരാൾ നടക്കുന്നത് കണ്ട് ഒരു പന്തികേട് തോന്നി ഷിയോബിൻ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോഴാണ് ഷിയോബിൻ ക്യാരിയെ ബൈക്കർ ഗ്യാങ്ങിലെ ഒരാൾ ഉപദ്രവിക്കുന്നത് കാണുന്നത്. അവളെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്ന ഷിയോബിനെ കണ്ടതും ക്യാരി അയാളുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിക്കാൻ നോക്കുന്നു. അവസാനം ഇത് കണ്ട് ഷിയോബിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിച്ച് അയാളെ വെടിവെക്കുന്നു. ഷിയോബിന്റെ തോക്കിൽ നിന്നും വെടിയുതിർക്കുന്നത് ബൈക്കർ ഗാങ്ങിലെ തലവനും കാണുന്നു. അതിനുശേഷം അവിടെ നിന്നും ക്യാരി എണീച്ച് ഷിയോബിനെ നോക്കുന്നു. അടുത്ത സീനിൽ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. ഷുഗറിനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന കാണുന്ന ലൂക്കസ് താൻ ഓക്കെ അല്ലേ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ലൂക്കസ് ക്യാരിയുടെ അടുത്ത് വിവരങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് ക്യാരി ഒരു ബൈക്കർ ഗാങ് വന്നെന്നും അവർ 4-5 പേർ ഉണ്ടായിരുന്നെന്നും തോക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും ക്യാരി പറയുന്നു. എന്നിട്ട് അകത്തോട്ട് കയറുന്ന ലൂക്കസ് ഷിയോബിൻ ഒരാളെ കൊന്നതിന്റെ ഷോക്കിൽ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് ഷിയോബിനെ വീട്ടിലാക്കാൻ ലൂക്കസ് എമ്മറ്റിനോട് പറഞ്ഞു വിടുന്നു. ആ സീൻ കട്ട് ചെയ്തിട്ട് ബൈക്കർ ഗാങ് ആണ് കാണിക്കുന്നത്. അവരുടെ കൂട്ടത്തിലെ ഒരാളെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവർ. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലെ തലവൻ വന്നിട്ട് നാളത്തെ ഫെസ്റ്റിവൽ നമുക്ക് തകർക്കണം, നമ്മുടെ അനിയനെയാണ് അവർ കൊന്നത്, സന്തോഷത്തോടെ അവർ ഈ ഫെസ്റ്റിവൽ എങ്ങനെ നടത്തുമെന്ന് നമുക്കൊന്ന് കാണണം എന്ന് ബൈക്കർ ഗാങ്ങിലെ തലവൻ അവരോടെല്ലാം പറയുന്നു. അടുത്ത സീനിൽ ക്യാരിയുടെ വീടാണ് കാണിക്കുന്നത്. ഉറങ്ങാൻ കിടന്ന ക്യാരിയുടെ അടുത്ത് മകളായ ദേവ വന്ന് ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കിടക്കുകയാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത ദിവസം സ്റ്റേഷനിൽ നിൽക്കുന്ന ഷിയോബിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഷിയോബിൻ ജനലിന്റെ പുറകെ ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. ഇത് കണ്ടതും ഷിയോബിൻ അയാളെ പിടിക്കാൻ പുറത്തേക്ക് ഓടുന്നു. അപ്പോഴേക്കും അയാൾ ഷിയോബിന്റെ കൺമുമ്പിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇത് കണ്ട് അയാളെ പിടിക്കാൻ വേണ്ടി ഷിയോബിൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും സ്റ്റേഷനിലെ കാർ അയാൾ ആദ്യമേ പഞ്ചറാക്കിയിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ലൂക്കസും എമറ്റും വരുന്നത്. ഇത് കാണുന്ന ഷിയോബിൻ അവർ എവിടെയാണ് തമ്പടിച്ചേക്കുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് ലൂക്കസിനോട് പറഞ്ഞിട്ട് എമറ്റിനൊപ്പം പോവാൻ ഒരുങ്ങുകയാണ്. ഇത് കണ്ട് ലൂക്കസ് ഞാനും ബ്രോക്കും ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് കാണും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം അവരോട് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് സ്പിരിറ്റ് ഫെസ്റ്റിവൽ ആണ് കാണിക്കുന്നത്. അവിടെ ലൂക്കസും ബ്രോക്കും മേയറും ബാൻഷിയിലുള്ള എല്ലാ ജനങ്ങളുമുണ്ട്. അപ്പോഴാണ് അവിടെ ബൈക്കേഴ്സ് ഗ്യാങ് വന്ന് ഒരു കലാപം തന്നെ ഉണ്ടാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളെയും എല്ലാ കടകളെയും അവർ നശിപ്പിക്കുന്നു. അവരെ തടയാൻ ലൂക്കസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ലൂക്കസിനെ അടിച്ചിട്ട് അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു.
അവർ രക്ഷപ്പെടുന്നത് നോക്കി നിൽക്കാനേ ലൂക്കസിന് കഴിയുന്നുള്ളൂ. അടുത്ത സീനിൽ ഇപ്പോൾ നടന്ന കലാപത്തെ തുടർന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ മേയർ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അപ്പോഴാണ് പ്രോക്ടർ അങ്ങോട്ടേക്ക് കടന്നു വന്ന് എല്ലാവരോടും ശാന്തരാവാൻ പറയുന്നത്. ആരും പേടിക്കണ്ട, ഇന്ന് തന്നെ ബൈക്കേഴ്സ് ഗ്യാങ്ങിനെ പിടിക്കുന്നതാണ് എന്ന് പ്രോക്ടർ എല്ലാവരോടും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിൽക്കുകയാണ് ലൂക്കസ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഷിയോബിന്റെ വീടാണ് കാണിക്കുന്നത്. തന്റെ കൈകൾ കൊണ്ട് ഒരാളെ കൊല്ലേണ്ടി വന്നതിന്റെ വിഷമത്തിലിരിക്കുകയാണ് ഷിയോബിൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലൂക്കസ് വന്ന് താൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്നും സ്റ്റേഷനിലേക്ക് വരണമെന്നും ലൂക്കസ് പറയുമ്പോൾ തനിക്ക് ബൈക്കേഴ്സ് ഗ്യാങ്ങിനെ ആലോചിച്ച് പേടിയില്ലെന്നും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഷെരീഫിനെ വിളിക്കാമെന്നും ഷിയോബിൻ ലൂക്കസിനോട് പറയുന്നു. തനിക്ക് ഉറപ്പല്ലേ എന്ന് ചോദിച്ചിട്ട് ലൂക്കസ് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ രാത്രി തന്റെ വീട്ടിലിരിക്കുന്ന ഷിയോബിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബൈക്കേഴ്സ് ഗ്യാങ് വെടിയുതിർക്കുന്നത്. ഉടനെ തന്നെ ഷിയോബിൻ തന്റെ റിവോൾവർ എടുത്ത് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് നേരെ വെടിയുതിർക്കുന്നു. ആ സമയമാണ് ഷിയോബിൻ വീടിന് പുറത്ത് ഇറങ്ങിയ തക്കം നോക്കി ബൈക്കേഴ്സ് ഗ്യാങ്ങിലെ പകുതി പേർ ഷിയോബിന്റെ വീടിന് തീയിടുന്നത്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ഷിയോബിൻ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തന്റെ വീട് കത്തി നശിക്കുന്നത് നോക്കി നിൽക്കാനേ ഷിയോബിന് കഴിയുന്നുള്ളൂ. അടുത്ത സീനിൽ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. തന്റെ വീട് കത്തി നശിക്കുന്നത് കണ്ട് ആകെ മരവിച്ചിരിക്കുകയാണ് ഷിയോബിൻ. ലൂക്കസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഷിയോബിൻ, ഞാൻ കളിച്ചു വളർന്നത് ഈ വീട്ടിലാണ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മയാണ് ആ വീട്. അതാണ് എന്റെ കൺമുമ്പിൽ വെച്ച് കത്തി നശിച്ചത് എന്ന് ഇടറുന്ന ശബ്ദത്തിൽ ഷിയോബിൻ ലൂക്കസിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ലൂക്കസ് അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് തന്റെ ഗ്യാരേജിന് മുമ്പിൽ എത്തിയ ലൂക്കസ് കാണുന്നത് പ്രോക്ടറെയാണ്. ഷെരീഫ്, ഞാൻ ഷിയോബിന്റെ കാര്യം അറിഞ്ഞു. ഷെരീഫിനൊരു ഉപകാരം ചെയ്യാനാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് പ്രോക്ടർ സഹായി ബേർഡനോട് കാറിന്റെ ഡിക്കി തുറക്കാൻ പറയുന്നു. അങ്ങോട്ട് ചെല്ലുന്ന ലൂക്കസ് കാണുന്നത് ബൈക്കേഴ്സ് ഗ്യാങ്ങിലെ ഒരാളെ അടിച്ച് അവശനാക്കി പ്രോക്ടർ തന്റെ കാറിന്റെ ഡിക്കിയിലിട്ടേക്കുന്നതാണ്. ഷെരീഫ്, ഇവർ തമ്പടിച്ചേക്കുന്ന സ്ഥലം ഞാൻ ഷെരീഫിന് കാണിച്ചു തരാം. ഇതിനു പകരമായിട്ട് താനെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കേൾക്കുന്ന പ്രോക്ടർ ലൂക്കസിനോട്, ഇവന്മാരെ ജയിലിലിട്ടാൽ അവന്മാരെ എളുപ്പത്തിൽ ഇറങ്ങി വരും. അങ്ങനെ ഒരുത്തനും നമ്മുടെ ബാൻസിൽ വന്ന് ആളാവണ്ട. ഞാൻ അവന്മാരെ പിടിച്ച എന്ത് ചെയ്യുമെന്ന് തനിക്കറിയാലോ പ്രോക്ടർ എന്ന് ലൂക്കസ് പ്രോക്ടറോട് പറഞ്ഞ് അവർ തമ്മിൽ പരസ്പരം നോക്കുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ബൈക്കേഴ്സ് ഗ്യാങ് തങ്ങുന്ന സ്ഥലത്തേക്ക് എത്തുന്ന ലൂക്കസിനെയാണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് ചെല്ലുന്ന ലൂക്കസ് പുറത്തു നിൽക്കുന്ന ഓരോ ആൾക്കാരെ അടിച്ച് തറയിലിടുന്നു. ഈ ശബ്ദം കേട്ട് അകത്തു നിന്ന് ഗ്യാങ്ങിലുള്ള ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിലും ഇരുട്ടിന്റെ മറവിൽ ലൂക്കസ് ഓരോരുത്തരെ അടിച്ച് തറയിലിടുന്നു. അവസാനം ബൈക്കേഴ്സ് ഗ്യാങ്ങിലെ തലവൻ ലൂക്കസിനെ തിരിച്ച് അടിക്കുന്നുണ്ടെങ്കിലും അയാളുടെ കഴുത്തു ഞെരിച്ച് ലൂക്കസ് കൊല്ലുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം സ്റ്റേഷനിലെത്തുന്ന ഷിയോബിൻ തന്റെ ടേബിളിന്റെ പുറത്ത് ഒരു പാക്കറ്റ് ഇരിക്കുന്നത് കാണുന്നു. ആ പാക്കറ്റ് തുറന്നു നോക്കുന്ന ഷിയോബിൻ കാണുന്നത് ബൈക്കേഴ്സ് ഗ്യാങ്ങിലെ എല്ലാവരുടെയും കയ്യിൽ കിടക്കുന്ന മോതിരങ്ങളാണ്. ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഷിയോബിൻ. അടുത്ത സീനിൽ ബാൻഷിലേക്ക് വന്ന FBI ഏജന്റിനെയാണ് കാണിക്കുന്നത്. പ്രോക്ടർക്കെതിരെയുള്ള തെളിവുകൾ എങ്ങനെ ബാൻഷിയിലെ ഫോറൻസിക് ഓഫീസിൽ നിന്നും നഷ്ടപ്പെട്ടതെന്ന് അന്വേഷിക്കുകയാണ് അയാൾ. അതിനുശേഷം അയാളുടെ മേലധികാരിക്ക് കാര്യങ്ങളെല്ലാം കോൾ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. സാർ, എവിഡൻസ് നഷ്ടമായത് ഇവിടെ വേണ്ടത്ര സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ അതിലും വലിയ എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാനത് തേടി കണ്ടുപിടിച്ചിട്ടേ അങ്ങോട്ടേക്ക് ഇനി തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് FBI ഏജന്റായ സേവിയർ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുമ്പോൾ ബൈക്കേഴ്സ് ഗ്യാങ്ങിനെ പോലെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബാൻഷിയിലേക്ക് വരാൻ പോകുന്നത്? അതുമാത്രമല്ല, നമ്മുടെ കള്ളൻ ലൂക്കസ് അല്ല യഥാർത്ഥ ലൂക്കസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. As it falls to the ground and washes the day away.